കഴിഞ്ഞ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മെ ഓരോരുത്തരെയും ബാധിക്കുന്ന സുപ്രീം കോടതി, ഹൈക്കോടതി വിധികളും അതുമായി ബന്ധപ്പെട്ടുള്ള നിയമ വിശകലനങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളും അറിഞ്ഞാലോ. അതിനു മുൻപ് എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണം ഇനേബിൾ ചെയ്യുക. നിങ്ങൾക്ക് തുടർന്ന് നോട്ടിഫിക്കേഷൻസ് വരും. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും പ്രത്യേകിച്ച് എല്ലാവരും ലൈക്കും ചെയ്യുക. എന്നാൽ മാത്രമേ ഈ വീഡിയോസ് കൂടുതൽ റീച്ച് ആവുകയുള്ളൂ, എനിക്കും ഒരു കൂടുതൽ പ്രചോദനം ലഭിക്കുകയുള്ളൂ. ദയവ് എല്ലാവരും ശ്രദ്ധിക്കുക. ഹൈക്കോടതി, സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ടുള്ള വിധികളും അതിൻ്റെ വിശകലനങ്ങളും കാലാവധി കഴിഞ്ഞ ഡ്രൈവിംഗ് ലൈസൻസുമായി വാഹനം ഓടിച്ചാൽ ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. സുപ്രീം കോടതി ഐഷേ ഘോഷ് കേസ്, അതുമായി ബന്ധപ്പെട്ടുള്ള നമുക്കറിയാം, ഐഷേ ഘോഷിനെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോൾ അവിടെ ജോൺ ബ്രിട്ടാസ് തടഞ്ഞു. അപ്പോൾ ഈ അറസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ ഉള്ള ഒരു ഡിഫൻസ്, അതുമായി ബന്ധപ്പെട്ടുള്ള സുപ്രീം കോടതി വിധികളുണ്ട്. പോലീസ് അപ്പോൾ പാലിക്കേണ്ട പല കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ടും CJP പ്രത്യേകിച്ച് നമുക്കറിയാം, ഈ കാര്യത്തിൽ പ്രധാനമന്ത്രിയുടെയും ഒരു പ്രത്യേക സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ വന്നിട്ടുണ്ട് രാഹുൽ ഗാന്ധിയുടെ. അതും നമുക്ക് നോക്കാം. ചെക്ക് കേസിലെ കുറ്റവിമുക്തി പണം തിരിച്ചു പിടിക്കാനുള്ള സിവിൽ കേസിന് തടസ്സമല്ല കേരള ഹൈക്കോടതി. വിവാഹമോചനത്തിന് മാനസിക ക്രൂരതയുടെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രം മതിയാകില്ല. ദാമ്പത്യ ബന്ധം സമഗ്രമായി വിലയിരുത്തണം കേരള ഹൈക്കോടതി. കാലാവധി കഴിഞ്ഞ ഡ്രൈവിംഗ് ലൈസൻസ് ഉപയോഗിച്ച് വാഹനം ഓടിച്ച ഗുരുതര പ്രത്യാഘാതങ്ങൾ നാം കേൾക്കേണ്ടി വരുമെന്നത് സുപ്രീം കോടതിയിലെ വിധി വ്യക്തമായി പറയുന്നു. സുപ്രീം കോടതി ചില കാര്യങ്ങൾ വ്യക്തമാക്കിയത്, എല്ലാവരും ഡ്രൈവിംഗ് ലൈസൻസ് കരുതണം. വാഹനം ഓടിക്കുമ്പോൾ എക്സ്പയർഡ് ആവാത്ത വേലിഡ് ആയിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസ് കരുതണം. ഇല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലെങ്കിൽ അതിന് വ്യക്തമായ റീസൺ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ആ സമയത്ത് അപകടമുണ്ടായാൽ ഈ അപകടത്തിന് ഇൻഷുറൻസ് കമ്പനി നഷ്ടപരിഹാരം തരാൻ ബാധ്യസ്ഥരല്ല എന്നൊരു സുപ്രധാനമായ വിധിയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റിനും സുപ്രീം കോടതി ഡയറക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. രാജ്യത്തെല്ലാവരെയും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഡിപ്പാർട്ട്മെന്റിന് ഡയറക്ഷൻ കൊടുത്തിട്ട് സുപ്രീം കോടതി പറഞ്ഞത്, രാജ്യത്തെല്ലാവരെയും ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമായി ബോധവൽക്കരിക്കണമെന്നതാണ് പറഞ്ഞത്. അടുത്ത കാര്യം, ഐഷേ ഘോഷ് നമുക്കറിയാം. ഇപ്പോൾ ഈ നാളുകളിൽ CJP പ്രൊട്ടസ്റ്റുമായി ബന്ധപ്പെട്ട് ജന്തർ മന്ദറിലൊക്കെ നടന്ന അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കേന്ദ്ര സർക്കാരിൻ്റെ പ്രതികാര നടപടികൾ ഈ നാളുകളിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് ഐഷേ ഘോഷിനെ പോലീസ് അറസ്റ്റ് ചെയ്യേണ്ടി വന്നത്. അപ്പോൾ അവർ പറയുന്ന റീസൺസ്, മുൻപുള്ളൊരു കേസ് 2021-22 ആ സമയത്തുള്ള കേസുമായി ബന്ധപ്പെട്ടാണ് അറസ്റ്റ് ചെയ്യാൻ വന്നതെന്നാണ്. അപ്പോൾ ഇങ്ങനെ അറസ്റ്റ് ചെയ്യാനായിട്ട് വന്നാൽ ഈ പോലീസ് ശ്രദ്ധിക്കേണ്ട ചില നിയമങ്ങളുണ്ട്, ചില സുപ്രീം കോടതി വിധികളുണ്ട്. അപ്പോൾ പോലീസ് വ്യക്തമായിട്ട് തിരിച്ചറിയൽ രേഖ, നയം ബോർഡ് പോലീസ് വച്ചിരിക്കണം എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് തന്നെ അറസ്റ്റ് മെമ്മോ പോലീസ് അത് സൈൻ ചെയ്യിപ്പിച്ചിരിക്കണം. അക്യൂസ്ഡിനെയും സാക്ഷികളെയൊക്കെ മറ്റ് ബന്ധപ്പെട്ട് അത് സൈൻ ചെയ്യിപ്പിച്ചിരിക്കണം. അഭിഭാഷകനെ കാണാനുള്ള സ്വാതന്ത്ര്യം ഈ അക്യൂസ്ഡ്, അതായത് പ്രതിക്കുണ്ട്. അതും ആ ഒരു സ്വാതന്ത്ര്യം കൊടുത്തിരിക്കണം. പ്രതിയുടെ ബന്ധുക്കളെയും ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയിച്ചിരിക്കണം. അങ്ങനെ ഈ പ്രത്യേകിച്ച് ഗ്രൗണ്ട്സ്, അറസ്റ്റിൻ്റെ ഗ്രൗണ്ട്സ്, എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യണമെന്നതും വ്യക്തമായും പ്രതിയെ അറിയിച്ചിരിക്കണമെന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ വിവിധങ്ങളായ കാര്യങ്ങളുണ്ട് ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള. അപ്പോൾ ഇത് വയലേറ്റ് ചെയ്താൽ ഇവർക്ക്, പ്രത്യേകിച്ച് ഈ അക്യൂസ്ഡിന്, പ്രതിക്ക് ഹൈക്കോടതിയിൽ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട്, കോടതി അലക്ഷ്യ കേസ് പോലീസിനെതിരെ ഫയൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ CJP ബന്ധപ്പെട്ട് നമുക്കറിയാം, അവിടെ പ്രധാനമന്ത്രി നടത്തിയൊരു സ്റ്റേറ്റ്മെൻറ്റ് വളരെ വ്യക്തമായിപ്പോൾ പ്രത്യേകിച്ച് വളരെ പരിഹാസമായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം യുവാക്കളോട് ക്ഷമിച്ചു എന്നാണ് നരേന്ദ്രമോദി ഈ നാളുകൾ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, അവിടെ പ്രത്യേകിച്ച് യുവാക്കൾ വളരെ ധീരതയോടുകൂടി, ജെൻസീസ് വളരെ ധീരതയോടുകൂടി അവരുടെ മാത്രമല്ല ഈ രാജ്യത്തെ യുവാക്കളുടെ, വിദ്യാർത്ഥികളുടെ റൈറ്റ്സ് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് നീറ്റിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് നിരവധി വിദ്യാർത്ഥികൾ അവരുടെ ജീവൻ വരെ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അത് വളരെ പരിതാപകരമായ സാഹചര്യമാണ്. അപ്പോൾ നല്ല ശക്തമായി പോരാടിയവരാണ് നമ്മുടെ യുവാക്കൾ. അപ്പോൾ അവർക്ക് എതിരായിട്ടാണ് ഇപ്പോൾ പ്രത്യേകിച്ച് പ്രൈം മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് നിരവധിയായ വിമർശനങ്ങളും വരുന്നുണ്ട്. യുവാക്കളോട് ക്ഷമിച്ചു എന്നത്. കാരണം പ്രത്യേകിച്ച് നമുക്കറിയാം,
യുവാക്കളുടെ റൈറ്റ്സ് ആണ് അവിടെ വയലേറ്റ് ചെയ്യപ്പെട്ടതുകൊണ്ടാണ് എല്ലാവരും അവരുടെ റൈറ്റ്സിന് വേണ്ടിയാണ് ഇവിടെ പോരാടിയത്. അപ്പോൾ പ്രധാനമന്ത്രി പ്രത്യേകിച്ച് ക്ഷമിക്കേണ്ട ആവശ്യമൊന്നും ഇതിൻ്റെ അകത്ത് വരുന്നില്ല. പിന്നെ രാഹുൽ ഗാന്ധിയുടെ കാര്യം നമുക്കറിയാം. രാഹുൽ ഗാന്ധി പ്രത്യേകിച്ച് കോൺഗ്രസ് അവസാന നിമിഷമാണെങ്കിലും കോൺഗ്രസ് ഇതിൽ പാർട്ടിയായി അവർ ശക്തമായി പ്രതിഷേധിച്ചു. പ്രത്യേകിച്ച് പാർലമെൻറ്റിലൊക്കെ ശക്തമായിട്ട് കോൺഗ്രസ് പ്രതിഷേധിച്ചു എന്നതാണ്. അവർക്ക് നല്ലൊരു അവസരം കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിലൂടെ നമുക്ക് വ്യക്തമാകും. ചെക്ക് കേസിലെ കുറ്റവിമുക്തി പണം തിരിച്ചു പിടിക്കുവാനുള്ള സിവിൽ കേസിന് തടസ്സമല്ല. അതായത് ചെക്ക് കേസിൽ ഒരാളെ കോടതി വെറുതെ വിട്ടാൽ അതുമായി ബന്ധപ്പെട്ടുള്ള സാക്ഷികളെ വിസ്തരിച്ചു തെളിവ് ഹാജരാക്കിയിട്ടാണല്ലോ തിരികെ വിടുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യം ഉണ്ടായാലും അതിലെ വാദിക്ക് തുടർന്ന് സിവിൽ കേസ് ഫയൽ ചെയ്യുവാനായി ഈ ചെക്ക് കേസ് സാധാരണ ഫയൽ ചെയ്യുന്നത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് സെക്ഷൻ 130A പ്രകാരമാണ് ഫയൽ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഈ കേസ് പ്രകാരം വെറുതെ വിട്ടാലും ഒരു സിവിൽ കേസ് ഫയൽ ചെയ്യുന്ന ഇതുമായി ബന്ധപ്പെട്ട് പണം തിരിച്ചു പിടിക്കുവാനായി ബന്ധപ്പെട്ട് സിവിൽ കേസ് ഫയൽ ചെയ്യാൻ ഒരു തടസ്സമല്ല. ഈ സാക്ഷികളെയും മറ്റ് എവിഡൻസ് വെച്ച് തന്നെ ഈ സൂട്ട് ഫോർ റിയലൈസേഷൻ ഓഫ് മണി എന്ന് പറയും ആ സിവിൽ കേസ് ഫയൽ ചെയ്യുവാനായിട്ട് ഒരു തടസ്സവുമില്ല എന്ന് കേരള ഹൈക്കോടതി വ്യക്തമാക്കി. അടുത്തൊരു സുപ്രധാന വിധിയായി വന്നിട്ടുള്ളത്, ഇപ്പോൾ നാം സാധാരണ കേസ് ഫയൽ ചെയ്യുമ്പോൾ ക്രൂവൽറ്റി, അതായത് ക്രൂരത ഒരു ഗ്രൗണ്ടായി വെച്ചുകൊണ്ട് ഡൈവേഴ്സ് കേസ് ഫയൽ ചെയ്യാറുണ്ട്. അപ്പോൾ കേരള ഹൈക്കോടതി വ്യക്തമാക്കിയത് അങ്ങനെ ഒരു കേസ് ഫയൽ ചെയ്യുമ്പോൾ ആ ദാമ്പത്യ ജീവിതത്തിലെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമല്ല, ആ ദാമ്പത്യ ജീവിതം മുഴുവനായി പരിശോധിച്ചിട്ടാണ് അവർക്ക് അനുകൂലമായിട്ടൊരു വിധി കൊടുക്കുന്നത് എന്നാണ് കേരള ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. എല്ലാവരും വളരെ ശ്രദ്ധിക്കുക. കേരളത്തിൽ മുഴുവൻ അതിശക്തമായ മഴയാണ്. പ്രത്യേകിച്ച് ഇടുക്കി, പത്തനംതിട്ട, ഇങ്ങനെ വിവിധ ജില്ലകളിലൊക്കെ വളരെ ശക്തമായ മഴയാണ് ഈ നാളുകളിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. ജലനിരപ്പ് ഉയരുന്നുണ്ട്. നല്ല ജാഗ്രതയോടുകൂടി ഇരിക്കുക. പ്രത്യേകിച്ച് നദിയുടെ ജലനിരപ്പാണ് കൂടുതലായി ഉയരുന്നത്. എല്ലാവരും വളരെ ശ്രദ്ധിക്കുക. അടുത്തൊരു പ്രധാന വാർത്ത എന്നത് PSCയുമായി ബന്ധപ്പെട്ടുള്ള ക്രമക്കേടാണ്. നമുക്കറിയാം, ഒരുപാട് പേർ കഷ്ടപ്പെട്ടാണ് PSCക്ക് വേണ്ടിയിട്ട് പഠിക്കുന്നത്, ഉദ്യോഗാർത്ഥികളായവർ. അവർക്ക് നീതി നിഷേധിക്കപ്പെടുന്ന പല സാഹചര്യങ്ങളാണ് PSCയിലൂടെ ഉണ്ടാവുന്നത്. പിന്മാതൽ നിയമനം, അങ്ങനെ തുടർന്ന് പല കാര്യങ്ങൾ, സ്വജനപക്ഷപാതം ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇതിനെതിരെ ശക്തമായി സെക്രട്ടറിന് മുന്നിൽ ഈ നാളുകൾ പ്രതിഷേധത്തിലായിരിക്കുന്ന നിരവധി പേരുണ്ട്. അപ്പോൾ അവർ ഉന്നയിക്കുന്ന കാര്യം അത് ജെന്യുവിനായിട്ടുള്ള കാര്യമാണ്. അർഹരായവർക്ക് അർഹരായ ആ സ്ഥാനങ്ങളും അർഹരായ ജോലികളും ലഭിക്കണമെന്നതാണ്. നമുക്ക് ഇപ്പോൾ നമ്മൾ ഞെട്ടിച്ച ഒരു ന്യൂസാണ്. കീർത്തന, കാവ്യ എന്ന 2 ടീച്ചേഴ്സ് MDയുമായി ബന്ധപ്പെട്ടുള്ള ഇടപാടുകളുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായത്. വളരെ ഞെട്ടിക്കുന്ന സംഭവം. വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നവർ, വിദ്യാർത്ഥികൾക്ക് നല്ല ഭാവി പകർന്നു നൽകേണ്ടവർ, അവർ ഈ ലഹരിയുടെ ഏജന്റുകളായി മാറിയിരിക്കുന്നു. നമ്മുടെ സംസ്ഥാനത്തെ വിദ്യാർത്ഥികളുടെ സാഹചര്യം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ മക്കളെ വളരെ ശ്രദ്ധിക്കുക. നമ്മുടെ നാട്, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ സാഹചര്യങ്ങൾ വല്ലാത്തൊരവസ്ഥയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. വളരെ ശ്രദ്ധിക്കുക. E20 ഇന്ധന നയത്തിനെതിരെ രാജ്യവ്യാപക പ്രതിഷേധം നടക്കുന്നുണ്ട്. നമുക്കറിയാം, E20 എന്നുള്ളത് ഇതിൽ 20% ഇഥനോൾ കലർത്തിയാണ് ഇപ്പോൾ നമുക്ക് പെട്രോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ കാറുകൾക്ക് പല കേടുപാടുകൾ സംഭവിക്കുന്നുണ്ട്. പലരുടെയും കാറുകൾക്ക്, വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നുണ്ട്. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സാഹചര്യമാണ്. ഈ 0 എന്നത് പ്രത്യേകിച്ച് നമുക്ക് നല്ല പെട്രോൾ ലഭ്യമാകും എന്നതാണ്. പക്ഷേ ഇതിനെതിരെ BJP മോഡൽ രാജ്യവ്യാപക പ്രതിഷേധം നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്കെതിരെയൊക്കെ, ഗഡ്കരിയുടെ മകന് ഈ ഒരു എഥനോൾ കമ്പനിയുമായി ബന്ധമുണ്ട് എന്നൊക്കെ ഒരു വാർത്ത വരുന്നുണ്ട്. രാജ്യവ്യാപകമായി തന്നെ വലിയ രീതിയിൽ പ്രതിഷേധം വരുന്നു. എല്ലാവരും വളരെ ജാഗ്രതയോടുകൂടി ഇരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. നിങ്ങൾക്ക് തുടർന്നും വീഡിയോസ് കാണുവാൻ സാധിക്കും. എല്ലാവരും വീഡിയോയും ലൈക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ കൂടുതൽ വ്യൂസ് പോവുകയുള്ളൂ, എനിക്കും ഒരു പ്രചോദനം ലഭിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ. നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം.